ഹലോ ഗൈസ്, ഇപ്പം ഇത് നമ്മളെ പുതിയൊരു വീഡിയോ ആണ്, രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ വീഡിയോ പറ്റി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തായിരുന്നു എൻ്റെ നെക്സ്റ്റ് വീഡിയോ, പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ഗ്രാഫിക്സിൻ്റെ സെറ്റിങ്സിനെ പറ്റിയാണ് ഉണ്ടാവുകയെന്ന്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സെറ്റാക്കാം. അതായത് നിങ്ങൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് പേജ് കാണുന്ന സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈഡിൽ ഈ കാണുന്ന വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഫാൻസിയിലായിരിക്കും നിങ്ങളെ മോഡ് ഉണ്ടാവുക. അത് വൈബ്രൻറ്റ് വിഷൻസിലാക്കുക. ഇതിന് ശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് വേറെ വരും. അപ്പോൾ ഇത് എൻ്റെ ചെറിയൊരു ടാബ്ലറ്റാണ്, എൻ്റെ വലിയ ഹൈ എൻഡ് PC എന്നല്ല. അപ്പം നമുക്ക് ചെറിയൊരു ഡിഫറൻസിനായിട്ട് ക്ലൗഡ് റേഞ്ച് മീഡിയ ആക്കാം, പിന്നെ റിഫ്ലക്ഷൻസ് മസ്റ്റ് ലോ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതോരോന്ന് നമ്മൾ അഡ്ജസ്റ്റ് ആക്കുന്നതിനനുസരിച്ചായിരിക്കും. പിന്നെ റെസൊല്യൂഷൻസ് നമുക്കൊരു 50 ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റെൻഡർ ഡിസ്റ്റൻസ് 610 മതി. അതുപോലെ തന്നെ ഫാൻസി ബബിൾസ് ഓൺ ആക്കുക, പിന്നെ ഫ്രെയിം പേസിങ് ഓൺ ആക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇനി ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ തന്നെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ചെറിയൊരു മാറ്റം കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലേ അടിച്ച് നമ്മുടെ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ വേൾഡ് നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ ഞാൻ ക്രിയേറ്റീവിലാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മളിത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ലോഡാകുന്ന ഒന്നും കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ ആണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക. എനിക്കറിയാൻ പറ്റില്ല ആരൊക്കെ കാണുന്നുണ്ട്. സോ ഇതിലൂടെ നേരെ വെയിറ്റ് ആക്കണം. ഞാൻ ഇനിയും ഒരുപാട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് തുടരാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ ലാംഗ്വേജിലൊക്കെ അല്ല, എൻ്റെ ഈ സംസാരത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ ഗൈസ്, ഇത് കണ്ട നമ്മളെ നോർമൽ മൈൻക്രാഫ്റ്റും ഇതുമായിട്ട് എന്തൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ലാഗുണ്ട് ചെറിയൊരു. എനിക്ക് പ്രശ്നമില്ലാണ്ട് കാണിച്ചത് നമ്മളെ വെള്ളം തന്നെ കണ്ട ഗൈസ്, എത്ര വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ഫുൾ പുറത്ത് നോക്കിയാൽ നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ മൊത്തം കാണാം. അത് തന്നെ ഒരു ക്ലൗഡ് ഫുൾ ഒരു ലൈറ്റിങ് എല്ലാം നല്ല രസമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതും മറ്റേ ഉള്ള ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മളൊന്നും കൂടി ഇതിൽ തന്നെ സെറ്റിങ്സ് എടുക്കാം. ശേഷം ഇവിടെ തന്നെ വീഡിയോ പോയിട്ട് എല്ലാം ലോ ആക്കിയിടാം. അപ്പം നമുക്ക് മനസ്സിലാവില്ല. ലോ എന്ന് വെച്ചാൽ വലിയ ഒന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ചെയ്യുന്നതാക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ ഡിഫറൻസ് കാണാനാവുമായിരിക്കും. ഒന്നും കൂടി നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ നോർമൽ പണ്ടത്തെ പോലെ തന്നെ ആക്കി വെക്കുക. നമുക്ക് വീണ്ടും ഇത് ഒറ്റയടിക്കാവണമല്ലോ. അപ്പം ഞാനിത് സേവ് ആൻഡ് ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ മെയിൻ സെറ്റിങ്സ് പോയി അതൊന്ന് ഓഫാക്കിയിട്ട് തരാം. നമ്മൾ സെറ്റിങ്സ് എടുക്കുന്നു. പിന്നെ വീഡിയോ പോയി വൈബ്രൻറ്റ് വിഷൻസ് ഉള്ളത് ഫാൻസിയിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ വേർഡ്, അത് സെലക്ട് ചെയ്യുക. അപ്പം നോക്കിയിട്ട് കാണാൻ പറ്റുമല്ലോ ഇതിൻ്റെ ഡിഫറൻസ്. ഇതിപ്പോൾ ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഞാൻ ഇത് കഴിക്കുന്നതാണ്, ഒരു മിൻറ്റ് എന്ന് പറയുന്ന സാധനമാണ് അത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഡിഫറൻസ് എത്രത്തോളം. ഇതാണ് നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റ്.
ഇതുള്ളൊരു വാട്ടറൊക്കെ നോക്കാം ഗൈസ്. വെറും ഒരു ബ്ലൂ കളർ, വേറെ നമുക്ക് ഇതില്ല. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വൈബ്രൻ്റ് വിഷ്വൽസിലേക്ക് കൺവേർട്ട് ചെയ്യാമെങ്കിൽ കുറച്ച് നല്ലൊരു ഡിവൈസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഈസിയായിട്ട് കളിക്കാനാകും. എൻ്റെ വലിയ നല്ലൊരു ഉപയോഗിച്ച ചെറിയ ടാബ്ലറ്റാണ്, അതുകൊണ്ടാണ് എനിക്ക് അത് ഓണാക്കുമ്പോൾ തന്നെ ചെറിയ ലാഗ് അടിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ.